ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിന. സമാശ്വാസ തുകയോ ചികിത്സാ സഹായമോ നൽകിയിട്ടില്ല. ആരോഗ്യമന്ത്രി 100% പരാജയമെന്നും ഹർഷിന കുറ്റപ്പെടുത്തി. നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് വിലപേശൽ നടന്നുവെന്നും ഇതിനായി അന്നത്തെ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇടപെട്ടെന്നും സമരസമിതി ആരോപിച്ചു. പെട്ടെന്നൊരു പ്രഖ്യാപനം വന്ന് ഹർഷിനക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം മന്ത്രി പറയുന്ന ഒരു സമാശ്വാസം ഹർഷിനക്ക് നൽകിയിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷിനക്കെല്ലാം നൽകി. ഹർഷിനന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു. ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അതിരൂക്ഷ വിമർശനവുമായി ഹർഷിന. കത്രിക വയറ്റിനകത്തു കിടന്ന 5 വർഷം അനുഭവിച്ചതിന്റെ ഇരട്ടി വേദനകളും പ്രയാസങ്ങളുമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരോഗ്യമന്ത്രിയെന്നും ഹർഷിന. മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. ഇത് ചെയ്തവർക്കെതിരെ ഒരു ശിക്ഷാ നടപടി നിർബന്ധമായി വേണം. അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി ഉറപ്പ് തന്നു പോകുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് ഉറപ്പ് വരുന്നത്. ആ ഉറപ്പിൽ നമ്മൾ അന്ന് വിശ്വസിച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ആരോഗ്യമന്ത്രി ഹർഷിനയെ അവഹേളിക്കുകയാണെന്നും സർക്കാർ ഹർഷിനയ്ക്ക് മുന്നിൽ നീതിയുടെ വാതിൽ കൊട്ടിയടയ്ക്കുകയാണെന്നും ഹർഷിന സമരസമിതിയും കുറ്റപ്പെടുത്തി. നീതിക്കായിട്ട് സമരം ചെയ്ത് തെരുവിൽ പോരാടുന്ന ഹർഷിന, അവരുടെ മുന്നിൽ നീതിയുടെ വാതിലുകൾ കൊട്ടിയടച്ച ഈ സർക്കാർ, അതിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും വീണ്ടും അവരെ അവഹേളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. 2018 നടന്ന ചികിത്സാ പിഴവ് മൂലം വർഷങ്ങൾക്കിപ്പുറവും ദുരിതം പേറി ജീവിക്കുകയാണ് ഹർഷിന. നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിച്ച ഹർഷിന കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ അടക്കം നടപടി ആവശ്യപ്പെട്ടാണ് സമരരംഗത്ത് തുടരുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.